നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. കർക്കിടക അടുത്തെത്താനായി. അപ്പോൾ കർക്കിടക മാസം എന്ന് പറയുന്നത് ആയുർവേദത്തിനെ സംബന്ധിച്ചിട്ട് ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ടും അതുപോലെ രോഗപ്രതിരോധ ശക്തി ഉയർത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വളരെ ഗുണവത്തായിട്ടുള്ള ഒരു മാസം കൂടിയിട്ടാണ്. പുറത്ത് അമിതമായിട്ടുള്ള മഴയും രോഗങ്ങളൊക്കെ തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ ഈ ഒരു കഞ്ഞിയുടെ പ്രാധാന്യം ഏറെയാണ്. എന്താണ് പ്രധാന ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാനും ദഹനശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം തന്നെ പുറത്തെ മഴയും തണുപ്പും ഒക്കെ കാരണം കൊണ്ട് ദഹനം ഈ ഒരു സമയത്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്നതാണ്. 2, വാതദോഷത്തിനെ കുറയ്ക്കാൻ വേണ്ടി ശമിപ്പിക്കുവാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും തണുപ്പ് അമിതമാകുന്ന സമയത്ത് വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയരാനുള്ള സാധ്യതകളാണുള്ളത്. ഈ ഒരു പൊടിമരുന്നുകളൊക്കെ തന്നെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കുറയ്ക്കാൻ വേണ്ടും ഒപ്പം തന്നെ വേദനയും നീർക്കെട്ടും മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടും സഹായിക്കുന്നതാണ്. മൂന്നാമത്തത് ശരീരബലം വർദ്ധിപ്പിക്കാൻ വേണ്ടും രോഗപ്രതിരോധ ശക്തി ഉയർത്താൻ വേണ്ടും ഒക്കെ തന്നെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് പനി, ജലദോഷം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒപ്പം സന്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതകളുണ്ട്. ഇവ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കർക്കിടക കഞ്ഞിക്കൂട്ട് 7 ദിവസമായിട്ടുള്ള രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ 14 ദിവസമായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ നമുക്ക് കുടിച്ചു പോരാൻ പറ്റുന്നതാണ്. ഇത് ആരോഗ്യതീരത്തിന്റെ കഞ്ഞിക്കൂട്ടാണ്. ഇതിൽ ഏകദേശം 37 മരുന്നുകൾ ചേർത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് പുത്തരിച്ചുണ്ട്, തഴുതാമ, ഞെരിഞ്ഞില്, കുറുന്തോട്ടി അങ്ങനെ മുതലായിട്ടുള്ള നമ്മുടെ വേദന സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നീർക്കെട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇവ അകറ്റാൻ ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കർക്കിടക കഞ്ഞിക്കിറ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇതിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊറിയർ വഴി നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്ട് ഡീറ്റെയിൽസിൽ ബന്ധപ്പെടുക.